എത്ര ദിവസമായി ഞാൻ എൻ്റെ കുട്ടികളോട് മക്കളോട് പറയണു ആ പോർച്ച് സൗണ്ട് ഒന്ന് കയറാൻ പോകണമെന്ന്. അമ്മച്ചിയൊക്കെ ഉള്ളതല്ലേ, ഇപ്പോൾ അത് അടച്ചാലും ഇവിടുന്ന് ഒരു പോക്ക് ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നീ ഒന്ന് സമാധാനപ്പെടും. പോവാടിയില്ലേ കേട്ട് കേട്ട് ഞാൻ മടുത്തു. അപ്പം ഫ്രീയാകുമ്പോൾ മക്കളെ കിട്ടില്ല, മക്കളെ കിട്ടുമ്പോഴോ അപ്പൻ്റെ കൂട്ടുകാരുടെ സ്ഥലം. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുവായോ ഞാൻ കാണിച്ചു തരാം. എനിക്കുമുണ്ട് കൂട്ടുകാരുകളൊക്കെ. എൻ്റെ ലില്ലിയെ സാരമില്ല മക്കളെ, ഞാൻ ഇനിയുണ്ടല്ലോ കുറച്ച് ദിവസം കൂടി, നമുക്ക് പോവാന്നേ. ജോലിക്കുട്ടി അതൊക്കെ സെറ്റാക്കിക്കോളും. സെറ്റാക്കും. അമ്മച്ചിയോട് എനിക്കുള്ളതിൻ്റെ പകുതി സ്നേഹം പോലും അമ്മയുടെ മോനെ അമ്മയോടില്ല. ഇല്ലേലെന്നെ ഇട്ട് ഇങ്ങനെ പുറം കളിക്കേണ്ട ആവശ്യമുണ്ടോ? നീ കുറിച്ചിട്ടു. ഈ വരുന്ന 16-ാം തീയതി ശനിയാഴ്ച നമ്മളെല്ലാവരും പോയി. എത്ര 16 കാണേണ്ടി വരുമോ എൻ്റെ തമ്പുരാനെ? അതെ, നിങ്ങൾ അപ്പനും മക്കളും ആദ്യം ഒരുങ്ങിയിരുന്നു, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. മമ്മ മിയ രാവിലെ തന്നെ രണ്ടും കൂടി വളക്കിട കിടക്കും. നന്നാവാൻ തീരുമാനമൊന്നുമില്ലല്ലേ? ഓ, വന്നോ നമ്മുടെ പുത്രൻ? നന്നാവാൻ നിങ്ങൾ മക്കൾ പിന്നെ ഫുൾ സപ്പോർട്ടാണല്ലോ. അതെ, നിർത്തിക്കോ എല്ലാവരും. ഇന്നൊരു നല്ല ദിവസമായിട്ട് അതിനുവേണ്ടി ഒരുങ്ങി തുടങ്ങുക, അല്ലാണ്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ. ഇപ്പൊ 7 മണിയാവും. മിസ്സിസ് ത്രേസ്യാമ്മ, ഈ നല്ല ദിവസം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ചേച്ചിയുടെ 18ാമത് ബർത്ത്ഡേ ആണോ? ഓ മൈ ഗോഡ്, പോർ ജഡ്ജ്മെന്റ്. ഇതിനൊക്കെ നല്ലതെന്ന് ആരെങ്കിലും വിളിക്കൂ? പോടാ, നിങ്ങളോ എനിക്കൊരു പ്രതീക്ഷയില്ല. പറഞ്ഞാൽ എൻ്റെ കേൾക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ളത് ആകെ അവളുടെ. എന്തോ എങ്ങനെ? ഇന്നലെ കൂടി ചേച്ചിയുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞ് കീരിയും പണം പോലെ തല്ലുകൂടിയ നിങ്ങളല്ലേ? എന്നിട്ട് എവിടുന്ന പെട്ടെന്ന് ഈ സ്നേഹം? മക്കളും മാതാപിതാക്കളും ആകുമ്പോഴേ വഴക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും. തൽക്കാലം പോയി ബാക്കി ഡെക്കറേഷൻസ് വർക്ക് തീർക്കാൻ നോക്കുക. കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് വേഗം പോകുന്നു. നിനക്കൊരു കൈസഹായം ആവുമെന്ന് ഓർത്തു. ബേച്ചായൻ സമയമാകുമ്പോൾ ഇനി എത്തിക്കോളും. അമ്മച്ചി എന്നെ പറയുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ ഇവിടെയാണ് ഭക്ഷണത്തിന് കുറവ്. മക്കൾ പൊന്നുപോലെയല്ലേ നോക്കുന്നത്, പിന്നെ ഞാനെന്തിനു വിഷമിക്കണം? ആ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യം ചെയ്യുന്നവരാ. എനിക്കെന്തോ എവിടെയോ ആ ഭാഗ്യത്തിന് കോട്ടം തട്ടിയിരുന്നു. ഞങ്ങളുടെ മോനെ കൊണ്ട് വീട്ടിലും നാടിനും ഉപദ്രവം അല്ലാണ്ട് ഉപകാരം ഒന്നും ഉണ്ടാവില്ലെന്ന പ്രതീക്ഷ കൈവിടിഞ്ഞിരുന്ന സമയത്താണ് ദൈവം റാഫേലച്ചന്റെ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയമായി വന്നത്. അപ്പൊ റാഫേലച്ചനല്ലേ ഡൈജനെ കുട്ടപ്പനാക്കി എടുത്തത്? ഇന്ന് പരിപാടിക്ക് അച്ഛൻ വരുന്നുണ്ട്. അറിയോ അമ്മച്ചി, നാട്ടിൽ ചെയ്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ച് അവനെ രക്ഷിച്ചെടുക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ഞങ്ങൾ അവനെ ഇവിടെ എത്തിച്ചു, എന്നിട്ടും ഫലമുണ്ടായില്ല. ലഹരി തലയ്ക്ക് പിടിച്ചവൻ എന്ത് മനസ്സിലാവാൻ? കുർബാനകളിൽ കണ്ണീരൊഴിക്കാൻ എനിക്ക് കണക്കില്ല. ഒടുവിൽ ദൈവം ഞങ്ങൾക്ക് പ്രതീക്ഷ വീണ്ടും നൽകിയത് റാഫേലച്ചന്റെ രൂപത്തിലാണ്. അച്ഛൻ റൂമിലേക്ക് വന്നതിന്റെ 8ാം മാസം ടൈജോനെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടി. ദൈവം വലിയവനാ മോളെ. ആരാരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് അവൻ പ്രതീക്ഷയുടെ കിരണങ്ങളെ എത്തുന്ന ചില ദൂതന്മാരെ ആയിരിക്കും. അതെ, ബർത്ത്ഡേകൾ എത്തിയേ. അഗൂരി മോളെ. താങ്ക് യു ആന്റി. Eccola arrivata la mia sorella che completa 18 anni. നീ കാരണം മനുഷ്യനൊരു ദിവസമൊക്കെ കിട്ടിയത്. എന്നാടി വൈകിയേ? അതുവഴി വല്ല ബ്യൂട്ടി പാർലറിലും കയറിയോ? കടയിൽ തിരക്കുണ്ടായി. പിന്നെ ഞാനാ പറഞ്ഞ കോഴ്സിന്റെ കാര്യത്തിന് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. നീ അത് വിടാൻ ഒരു ഉദ്ദേശമില്ലല്ലേ? താങ്കളെ നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ടീ, എന്നിട്ട് ഈ നാശം പിടിച്ച ദിശയിലോട്ട് തിരിയാൻ മാത്രമേ നിനക്ക് തോന്നുള്ളൂ. അമ്മേ, കാര്യങ്ങൾ അറിയാൻ സംസാരിക്കരുത്. എന്റെ ആഗ്രഹമാണിത്. അതിനെ വിടാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അല്ലെങ്കിൽ വീടിന്റെയും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെയും 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാകത്തേയില്ല. മതി, നിർത്ത. ജോലി നീ ലില്ലിനെ വിളിച്ചകത്തേക്ക് പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ നോക്കാം. ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം. മോളെ, എന്നാലും അമ്മയോട് അവന് പറയണ്ടായിരുന്നു. എന്റെ അമ്മച്ചിയെ, അമ്മ പേടിക്കുന്നത് പോലെ ഫാഷൻ എന്ന് വെച്ചാൽ ശരീരപ്രദർശനം മാത്രമല്ല. പ്രശസ്തരായ സ്റ്റെല്ല മെക്കാർട്ട്നിയും അനീറ്റ ഡോഗറെ പോലുള്ള സ്വന്തമായി ഫാഷൻ ഡിസൈനിങ് ചെയ്ത് എന്റെ സ്വന്തം ബ്രാൻഡ് സ്ഥാപിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം. അത് ഈ അമ്മയ്ക്ക് മോള് പറഞ്ഞത് അമ്മച്ചിക്ക് മനസ്സിലായി. അത് ലില്ലിക്ക് മനസ്സിലാവാൻ സമയമെടുക്കും. ഫാഷൻ മേഖലയിൽ നിനക്കെന്തെങ്കിലും അപകടം സംഭവിക്കാന്നുള്ള പേടി കൊണ്ടാ പറയുന്നത് പാവം. പക്ഷെ എന്ന് വെച്ച് മോളവളെ വിലക്കുറച്ച് കാണരുത്. സ്വന്തം സ്വപ്നങ്ങൾക്കൊപ്പം കുടുംബത്തെയും മക്കളെയും തന്റെ പ്രതീക്ഷയാക്കി മാറ്റിയ അമ്മയാണ് അവൾ. ആരോഗ്യ പ്രശ്നങ്ങളാൽ 4-ാം മാസം തന്നെ അബോർട്ട് ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവളും ജോലിയിൽ നിന്ന് വിട്ടുകൊടുത്തില്ല. ഉറക്കമില്ലാത്ത എത്ര രാത്രികളും കഷ്ടപ്പാടുകളും എല്ലാം നീ എന്ന ജീവിതത്തിൽ പ്രതീക്ഷയില്ലാഞ്ഞിട്ടായിരുന്നോ?
ഇന്നത്തെ ലോകത്തിന് അവർ പുറകിലായിരിക്കും മോളെ. പക്ഷേ ജീവിതാനുഭവങ്ങളിൽ അവർ എന്നും മുമ്പിൽ തന്നെയാണ്. സോറി അമ്മച്ചി, എനിക്ക് മനസ്സിലായി. എൻ്റെ വാക്കുകൾ അങ്ങനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ കൂട്ടായിക്കോളാം. ഈശ്വരിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും സ്ഥിതിയായിരിക്കും. എല്ലാവരും എത്തിയോ? ദേ എത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛാ. എന്തീ ബർത്ത്ഡേ മാൻ? ആ വേറെ കണ്ടില്ലായിരുന്നു മോളെ. ഇന്ന നിനക്ക് അച്ഛൻ്റെ വക ഒരു ചെറിയ സമ്മാനം, ഒരു കൈക്കൊണ്ട. നിനക്ക് ജീവിതത്തിൽ എന്തിനേയും പൊരുതി ജയിക്കാനുള്ള പ്രത്യാശയുടെ ആയുധമായിരിക്കും ഇത്. അച്ഛാ, എന്നാ നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയാലും പറയേണ്ടത് പതുക്കെ വന്നോളൂ. പിന്നെ ഇവിടെ ഇറ്റാലിയൻ ഫ്രണ്ട്സിനെ പ്രതീക്ഷിക്കില്ല. അവർക്ക് ഞങ്ങൾ വേറൊരു ദിവസം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ എന്നാ പ്രാർത്ഥിച്ചേ. നല്ലവനായ തമ്പുരാൻ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹായുടെ അങ്ങ് പ്രത്യാശയെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ഓരോ ജന്മദിനവും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും പ്രത്യാശയെ പറ്റിയാണ്. മാതാപിതാക്കൾക്ക് മക്കളെ പറ്റിയുള്ള പ്രതീക്ഷകൾ, മക്കൾക്ക് അവരുടെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നം. പക്ഷെ ഈ അന്യദേശത്തിലെ ഓട്ടത്തിനിടയിൽ ഈ പ്രതീക്ഷകൾ എപ്പോഴൊക്കെ കൂട്ടിമുട്ടി ചിതറിക്കപ്പെടുന്നു, നിരാശ ഉടലെടുക്കുന്നു. അപ്പോഴൊക്കെ യേശു, നീ വചനത്തിൽ പറഞ്ഞതുപോലെ നിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഓരോ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറയ്ക്കും നൽകി അനുഗ്രഹിക്കുന്നു. ആമേൻ. എന്നാ ആഘോഷം തുടങ്ങുമല്ലേ? പിന്നെന്താ, തുടങ്ങാമല്ലോ. അച്ഛാ, ഞാൻ അച്ഛനെ കണ്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണല്ലോ അച്ഛൻ പ്രാർത്ഥനയാക്കി മാറ്റിയത്. അതെങ്ങനെയാ അച്ഛാ? ത്രേസ്യാമേസി, ഫോർമുല സിമ്പിളാണ്. ദൈവം വഴി നടത്തും എന്ന് പ്രത്യാശിച്ച ഒരു മനുഷ്യനെയും ദൈവം കൈവിട്ടിട്ടില്ല. നമ്മുടെ ഉറച്ച വിശ്വാസവും ആത്മാർത്ഥമായ നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലേ ബാക്കി വട്ടി പുള്ളിക്കാരൻ ഓടിച്ചു. നമ്മൾ സീറ്റ് ബെൽറ്റിന്റെ തീരുമാനം കൊടുത്താൽ മതി.